കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗീതു. നമസ്കാരം, എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായ എന്നും രാത്രിയിൽ ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ്. ഇത് വളരെ സുന്ദരമായ തിളക്കമുള്ള ചർമ്മം കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു പാക്കാണ്. തിളക്കമുള്ള ചർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ചർമ്മം എന്ന് പറയുന്നത്, ഏത് നിറമാണെങ്കിലും അത് ഒരു പാടുകളും നിറഭേദങ്ങളും ഇല്ലാതെ ഇരിക്കുക എന്നതാണ്. നമ്മൾ സാധാരണ നേരിടേണ്ടി വരുന്ന ചർമ്മ പ്രശ്നങ്ങൾ നിറവ്യത്യാസം, മുഖക്കുരു, വരണ്ട ചർമ്മം എന്നിവയാണ്. വളരെ എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന ഒരു സ്കിൻ കെയർ ടിപ്പാണിത്. ഇതിനായി നമ്മൾ ആദ്യമായി ഒരു പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതാണ്. ഓറഞ്ച് തൊലിയുടെ പൊടി പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്നിന് കുറച്ചുകൂടി ഉണർവ് തരുന്നു, കുറച്ചുകൂടി നിറം തരുന്നു. നമുക്ക് ഓറഞ്ചിന്റെ തൊലി എളുപ്പത്തിൽ ഉണക്കി പൊടിക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അതിനായി ഓറഞ്ചിന്റെ തൊലി നല്ല സൂര്യപ്രകാശത്തിൽ ഉണക്കി മിക്സി ജാറിലിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് ഒരു ജാറിലാക്കി സൂക്ഷിക്കുക, തരികളൊന്നുമില്ലാതെ. അടുത്തതായി നമുക്ക് വേണ്ടത് വേപ്പിലയുടെ പൊടിയാണ്. വേപ്പിലയുടെ ഗുണങ്ങൾ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആന്റി ബാക്ടീരിയൽ ആണ്. അതുപോലെ തന്നെ വളരെയധികം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ചെറുക്കുകയും കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതെ നോക്കുകയും ചെയ്യുന്നു. വേപ്പിലയും ഇതുപോലെ നന്നായി വെയിലത്തുണക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അതും അരിച്ചെടുത്ത് സൂക്ഷിക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് കാട്ടുമഞ്ഞളാണ്. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ ആ ഒരു നിറം മുഖത്ത് അവശേഷിക്കും. പക്ഷേ ഈ ഒരു പൊടി ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം അവശേഷിപ്പിക്കില്ല. മാത്രമല്ല, മുഖത്തെ പാടുകൾ കുറയ്ക്കാനും കുറച്ചുകൂടി നല്ല നിറമുണ്ടാക്കാനും സഹായിക്കുന്നു. ഇത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ മഞ്ഞളും വാങ്ങി വെയിലത്തുണക്കി പൊടിച്ച് സൂക്ഷിക്കുക. ഈ 3 പൊടികളും വളരെ മികച്ചതും സ്കിന്നിന്റെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ സഹായിക്കുന്നതുമാണ്. ഇത് നമുക്ക് ദേഹത്തും മുഖത്തും ഉപയോഗിക്കാൻ പറ്റും. സ്ഥിരമായ ഉപയോഗം മൂലം നിങ്ങൾക്ക് നല്ല ഒരു തിളക്കമുള്ള ചർമ്മം സ്വന്തമാക്കാൻ പറ്റും. ഏകദേശം ഒരേ അളവിൽ, അതായത് ഒരു ബൗളിന്റെ അളവിൽ 3 പൊടികളും എടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി ചേർക്കുക. ഇത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിൽ ആഴ്ചകളോളം ഇരിക്കും. മാസങ്ങളോളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നനവ് തട്ടരുത്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിത് ആവശ്യമുള്ളത്ര എടുത്ത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് അല്പം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ശരീരത്തിൽ തേക്കാനായി ഉപയോഗിക്കാം. മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നാരങ്ങ നീര് ചേർക്കേണ്ട. അതിനുശേഷം ശരീരത്ത് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കഴുകിക്കളയാം. ശരീരത്തിൽ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഉപയോഗിച്ചാലും മതി. എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് മുഖത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഞ്ഞിവെള്ളം നമുക്ക് എന്നും ഉണ്ടാകും. അതല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത്, ഒരാഴ്ചത്തേക്കുള്ള കഞ്ഞിവെള്ളം എടുത്ത് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ അന്ന് എല്ലാ ദിവസവും രാത്രി നമുക്കിത് മിക്സ് ചെയ്യാനായി ഉപയോഗിക്കാം. മുഖത്ത് മാത്രം ഇടുമ്പോൾ ഒരു 15 മിനിറ്റ് മുഖത്ത് ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം ഉറങ്ങാം. അലോവേര ജെല്ലായാലും മതി. കഞ്ഞിവെള്ളം വേണ്ട എന്നുള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ ഓറഞ്ച് തൊലിയുടെ പൊടിയും വേപ്പില പൊടിയും ഒക്കെ വീട്ടിൽ തനിയെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല. ഈ ഒരു പാക്ക് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും യോജിച്ചതാണ്. മഞ്ഞൾ അലർജി ഉള്ളവർ ഉപയോഗിക്കേണ്ട. അല്ലാത്തവർ ഇത് എന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സുന്ദരമായ ഒരു ചർമ്മം ലഭിക്കും. ഞാൻ ഇതിൽ പല പാക്കുകളും പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരുടെ സ്കിന്നിന് യോജിച്ച ഒരു പാക്ക് തിരഞ്ഞെടുത്ത് സ്ഥിരമായി യൂസ് ചെയ്താൽ വളരെ നല്ല ഗുണം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു ടിപ്പുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഗീതു.